ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗ് കേട്ടോ. സൺഡേ ആയപ്പോഴത്തേക്കും ചുമ്മാ സൺഡേ അല്ലേ, മിക്കവാറും സൺഡേയിൽ ഫോട്ടോഷൂട്ടുമായിട്ടൊരു ഒരു ഉളക്കം തന്നെയാണ്. അപ്പൊ കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിരുന്ന ഒരു ധാവണിയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ സാരി എടുക്കാനും ധാവണി എടുക്കാനൊന്നും അറിയത്തുമില്ല. അപ്പൊ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഇന്ന് എന്തായാലും അത് എടുത്തോണ്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെയാണ് ഒക്കെ വലിച്ചു വാരി ചുറ്റി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല ലൊക്കേഷൻ നോക്കി ഞങ്ങള് പച്ചപ്പായലിൽ വിരിച്ച് നമ്മുടെ പാടത്തോട്ടാണ് ഓട്ടം. അങ്ങനെ അവിടെ ആകുമ്പോഴത്തേക്ക് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ വന്ന് കുറേ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അപ്പൊ എന്റെ ധാവണി എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ധാവണിയായിരുന്നു. തനൂസ് ഫാഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വന്നത്. പക്ഷെ സൂപ്പർ സാധനമായിരുന്നു. പാവാട നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ബാക്കിയെല്ലാം സ്റ്റിച്ചഡ് ആയിരുന്നു. സ്കേർട്ടൊക്കെ സ്റ്റിച്ചഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പിൻ്റെ വിളി വന്ന്. അത് മാത്രമല്ല സൺഡേയിൽ ഇടയ്ക്കൊരു കറക്കവും ഒരു പുറത്തുനിന്ന് ഫുഡടിയൊക്കെ പതിവാണ് കേട്ടോ. അപ്പം എന്തായാലും ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ അതും ഒക്കെ സെറ്റാക്കാം, അല്ലെ അങ്ങനെ ഒരു ആഗ്രഹം കൂടെ തീർക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ചിക്കൻ കഴിക്കാൻ കയറിയതാണ്. അപ്പം ഞാൻ പറയാം എനിക്ക് പൊറോട്ട ഒന്നും വേണ്ട, ചിക്കൻ മാത്രം മതി. അങ്ങനെ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ബദിയ എന്ന് പറയുന്നൊരു ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ട്. പൊന്നോ, അതെന്തോ ഒരു സോസിൻ്റെയൊക്കെ ഭയങ്കര ആ ഒരു മധുരം കാരണം എങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. ഒരു ചെറിയ പീസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അതും സാലഡുമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചത്. അപ്പം രാത്രിയൊക്കെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം എന്നെ കൊന്നാലും ഞാൻ തിന്നില്ല. ബാക്കിയെല്ലാവരും തട്ടി ചെറിയൊരു പൊറോട്ട കഷ്ണവും ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകണം. ഇനി ചലഞ്ചിന് അധിക ദിവസമില്ല, സെപ്റ്റംബർ 1 അല്ലേ. അപ്പം ഇത് എൻ്റെ ബ്രദറും ഫാമിലിയാണ്. അപ്പം ഇഷ്ടപ്പാലും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കറക്കവും കാര്യങ്ങളും ഒക്കെ. ചെറിയന്മാർ രണ്ടുപേരും കൂടെ ചേർന്നാലും ഒരു ഓളക്കം തന്നെയാണ്, ഒരു രക്ഷയില്ലാത്തത്. ഞാൻ തിന്നാനെടുത്ത മിഠായിയല്ല, നമ്മൾ ഹോട്ടലിൽ കയറിയ മിഠായി ഐസ്ക്രീം മാത്രം അതിൻ്റെ ചോട്ടിൽ നിന്നൊന്നും മാറത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറുമ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുള്ളായിട്ട് അങ്ങനെ വീട്ടിലോട്ടുള്ള പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി മിനി വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ മസ്റ്റായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നമ്മുടെ ഡേ ഇൻ ലൈഫ് വീഡിയോയ്ക്ക് ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ടാറ്റാ ബൈ.